ദിയ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ഞാനൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കണ്ട് വഴിതെറ്റുന്നു, അല്ലെങ്കിൽ അത് മോശമാണ്, അവിടെ കാണുന്നു ഇവിടെ കാണുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെന്താണ് അങ്ങനെ രണ്ടുപേരെ രണ്ട് രീതിക്ക് തരംതിരിക്കുന്നത്? ഇപ്പം ഞാൻ സാധാരണക്കാരായതുകൊണ്ടായിരിക്കും, അവരൊക്കെ വലിയ ആളുകളാണോ അല്ലേ, അതുകൊണ്ടായിരിക്കും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും. നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ. എന്നെ പറഞ്ഞോട്ടെ, ഞാൻ അതിനൊന്നും പറയുന്നില്ലല്ലോ ആരോടും. എന്നെ നിങ്ങൾ വെടിയെന്നോ പടക്കമെന്നോ മുതുക്കിന്നോ അമ്മായിന്നോ അലവരാതിന്നോ അവരാതിന്നോ എന്ത് വല്ലതും പിടിച്ചോ. എൻ്റെ കുഞ്ഞുങ്ങളെ എന്തിനു പറയണം? സുനിലിൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ സുനിലിന് പിടിക്കുവോ? എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ മക്കൾക്കെതിരെയുള്ള ഒരു മോശം ഒരു മെനകെട്ട സംസാരം എൻ്റെ ഫോണിൽ വരാൻ പാടില്ല. അത്രേ ഉള്ളൂ. എന്നെ നിങ്ങൾ എന്ത് അപരാധിത്തരം വേണമെങ്കിലും പറ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അത് ഏറെ ഞെട്ടളവാക്കുന്ന ഒരു വീഡിയോ ആണ് കാണാനിടയായത്. മറ്റൊന്നുമല്ല, ദിയയുടെ വിഷയമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വിവിധങ്ങളായ ചർച്ചകൾ ഉടുമ്പിരി കൊണ്ടേയിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഷെബീന ബീബി എന്ന് പറയുന്ന തെർത്താത്ത് എന്ന് വിളിക്കുന്ന ഷെബീന ബീബിക്കെതിരെ നിരവധി ആളുകൾ ഡേ ബൈ ഡേ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ സമാനതകളില്ലാത്ത രീതിയിലുള്ള സപ്പോർട്ട് ഈ ഒരു വിഷയത്തിൽ ദിയ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സംഭവം ആദ്യം തുടങ്ങിയപ്പോൾ ദിയയുടെ പരാതി, ദിയയെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു. എന്നാൽ പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാം ഇപ്പോൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ ആദ്യ ക്ലിക്കിൽ തന്നെ വരുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു പഹയത്തയുടെ വീഡിയോ ആയിരിക്കും. ഇനിവേ, ഇതിനിടയിൽ ഏറെ ദുഃഖകരമായ ചില സംഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മറ്റൊരു മോഡൽ, അതേ യുവ എന്ന് പറയാൻ പറ്റത്തില്ല, ലേശം മുറ്റിയൊരു മോഡലാണ്, ചില ഭിന്നാഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ സമൂഹത്തോട് ചോദിച്ചുകൊണ്ട് ആ ഒരു വ്യക്തി എത്തിയിരിക്കുന്നു. അതേ നമ്മൾ നെഞ്ചിലേറ്റിയ, നമ്മളല്ല പ്രത്യേകിച്ചും ഞരമ്പന്മാർ നെഞ്ചിലേറ്റിയ നിമിഷ ചേച്ചി എത്തിയിരിക്കുകയാണ്. ചില വെളിപ്പെടുത്തലുകൾ നിമിഷ ചേച്ചിക്ക് നടത്താനുണ്ട്. ഒപ്പം തന്നെ താൻ എന്തിനു വേണ്ടിയാണ് ഈ തുണി പറിച്ചുള്ള കളികൾ കളിച്ചത് എല്ലാം വെളിപ്പെടുത്തി നിമിഷ ചേച്ചി ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നു. എന്താണ് സംഭവം? ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നിമിഷ ചേച്ചി നെഞ്ചിലേറ്റുമോ? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. എന്നെ പറഞ്ഞോട്ടെ, ഞാൻ അതിനൊന്നും പറയുന്നില്ലല്ലോ ആരോടും. എന്നെ നിങ്ങൾ വെടിയെന്നോ പടക്കമെന്നോ മുതുക്കിന്നോ അമ്മായിന്നോ അലവരാതിന്നോ അവരാതിന്നോ എന്ത് വല്ലതും പിടിച്ചോ. എൻ്റെ കുഞ്ഞുങ്ങളെ എന്തിനു പറയണം? സുനിലിൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ സുനിലിന് പിടിക്കുവോ? എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ മക്കൾക്കെതിരെയുള്ള ഒരു മോശം ഒരു മെനകെട്ട സംസാരം എൻ്റെ ഫോണിൽ വരാൻ പാടില്ല. അത്രേ ഉള്ളൂ. എന്നെ നിങ്ങൾ എന്ത് അപരാധിത്തരം വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേൾക്കാൻ റെഡിയാണ്. സാറുമാരെ ആ ഓപ്ഷൻ എടുക്കാനുള്ള, ഈ കമന്റിന് ഓപ്ഷൻ എടുക്കാനുള്ള ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അത് വേണ്ടാന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ എൻ്റെ പേരിൽ. കാരണം എന്നെ അവർ പറഞ്ഞോട്ടെ. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ ഏതറ്റം വരെ ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ പോയിരിക്കും, 100%. അതാരാണെങ്കിലും ചെറിയൊരു കമൻ്റ് ആണെങ്കിലും ഞാനത് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് ഇവിടുന്ന് നേരെ പൊക്കോളും. എനിക്കിനി സ്റ്റേഷനിൽ പോലും പോകേണ്ട ആവശ്യമില്ല. സാറിൻ്റെ ഫോണിൻ്റെ പേഴ്സണൽ നമ്പർ അതായത് എനിക്ക് തോന്നുന്നത് വലിയ രീതിയിലുള്ള സപ്പോർട്ട് നമ്മുടെ മഞ്ജു പിള്ള ചേച്ചിയുടെ മകൾക്ക് കിട്ടുന്നത് മനസ്സിലാക്കിയ നിമിഷ ചേച്ചി ഈ ഒരു വിഷയത്തിൽ എനക്കും സപ്പോർട്ട് വേണം, അതായത് മക്കളെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിരവധി ആളുകൾ വന്ന് തന്നെ നെഞ്ചിലേറ്റിട്ട് തൻ്റെ തുണി വരച്ചുള്ള കളികളൊന്നും വിഷയമില്ല, ഞങ്ങൾക്കതൊക്കെ ഇഷ്ടമാണ്, മക്കളെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താച്ചാ കാണിച്ചു എന്നുള്ള രീതിയിൽ നിമിഷ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നിമിഷ ചേച്ചി രംഗത്ത് വന്നിരിക്കുകയാണ്. ചില വെളിപ്പെടുത്തലുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിമിഷ ചേച്ചി നടത്തുകയാണ്. ദിയ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ഞാനൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കണ്ട് വഴിതെറ്റുന്നു, അല്ലെങ്കിൽ അത് മോശമാണ്, അവിടെ കാണുന്നു ഇവിടെ കാണുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെന്താണ് അങ്ങനെ രണ്ടുപേരെ രണ്ട് രീതിക്ക് തരംതിരിക്കുന്നത്? ഇപ്പം ഞാൻ സാധാരണക്കാരായതുകൊണ്ടായിരിക്കും, അവരൊക്കെ വലിയ ആളുകളാണോ അല്ലേ, അതുകൊണ്ടായിരിക്കും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും. നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് അത് പ്രൊഫഷനാണ്, അവരുടെ മോഡലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നു. അപ്പൊ എനിക്ക് എന്റെ പ്രൊഫഷൻ എനിക്ക് നോക്കണ്ടേ? ഞാൻ ചെയ്യുന്ന എന്റെ പ്രൊഫഷൻ. നോക്കുക, പൊട്ടിക്കരയുന്ന താരത്തെയാണ് കാണാൻ സാധിക്കുന്നത്. ഏറെ ഞെട്ടലോടെ അല്ലാതെ ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു തീർക്കാൻ സാധിക്കത്തില്ല. അതായത് ലേശം പാവപ്പെട്ടയായിപ്പോയതിന്റെ പേരിൽ, സാധാരണക്കാരിയായിപ്പോയതിന്റെ പേരിൽ, അല്ലെങ്കിൽ ലേശം മുറ്റിപ്പോയതിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്ന ഒരു യുവ മോഡൽ.
ദുഃഖകരമായ അവസ്ഥ. അതായത് നിമിഷ ചേച്ചി വളരെ വാലിഡായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. തനിക്ക് കുറച്ച് തടി കൂടിയതാണോ പ്രശ്നം, അല്ലെങ്കിൽ താനൊരു സാമ്പത്തികമില്ലാത്ത വീട്ടിൽ ജനിച്ചതാണോ പ്രശ്നം, അല്ലെങ്കിൽ താനൊരു സാധാരണക്കാരിയായി പോയ ഇംഗ്ലീഷ് അറിയാത്തൊരു കള്ള ഹമുക്കായതാണോ പ്രശ്നം? നിരവധി ചോദ്യങ്ങളാണ് ചേച്ചി ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതേ പ്രവർത്തികൾ ചെയ്യുന്ന ചേച്ചിയെ ഒരു മോഡലായി നിങ്ങൾ കാണാത്തത്? എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല? വളരെ വാലിഡായിട്ടുള്ള ഒരു ചോദ്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് നിമിഷേച്ചിയുടെ മോഡലിംഗ്? മഞ്ജു ചേച്ചിയുടെ മകളെ പോലെ ഒരു മോഡലിംഗിന്റെ പരിധിയിൽ വരുന്ന ഒരു ഐറ്റമാണോ നിമിഷ ചേച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നാട്ടുകാർക്ക് മൊത്തം എന്റെ മക്കളെ പറ്റി അങ്ങ് വിഷമമാണ്. ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് വിഷമമില്ല, അതിനകത്ത് HM-ന് വിഷമമില്ല, ഉണ്ടാക്കിയ തന്തയ്ക്കും തള്ളയ്ക്കും വിഷമമില്ല, അവരുടെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും വിഷമമില്ല, അവരുടെ അപ്പനും അമ്മയ്ക്കും വിഷമമില്ല. പക്ഷെ നാട്ടുകാർക്ക് അങ്ങ് വിഷമം എന്റെ മക്കളെ പറ്റി. അത്ര വിഷമമുള്ളവരാണ് നിങ്ങൾ എല്ലാവരും കൂടി ഷെയർ ഇട്ട് ഒരു 25 ലക്ഷം രൂപ എന്റെ പേരിൽ ഇട്ടുക, അല്ലെങ്കിൽ പോട്ടെ എന്റെ മക്കളുടെ പേരിൽ ഇട്ടുക. അത് നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? ഉപദേശത്തിന് കാശൊന്നും വേണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഉപദേശം കൊടുക്കുക, ആർക്കും കാശ് വേണ്ടല്ലോ ഉപദേശിക്കുന്നതിന്. നോക്കുക, വലിയൊരു സ്റ്റേറ്റ്മെന്റ്. അതായത് നിമിഷേച്ചി പറയുന്നത് തന്റെ മക്കളെ കുറിച്ച് നാട്ടുകാർക്ക് മാത്രമാണ്, കള്ള ഹമക്കുകളായ കമന്റ് ഇടുന്ന നാട്ടുകാർ പാഹയന്മാർക്ക്, കള്ള നായ്ക്കൾക്ക് മാത്രമാണ് വിഷമം. സ്കൂളിൽ ഒരു വിഷമവും ഇല്ല, HM-നോ ടീച്ചേഴ്സിനോ യാതൊരു വിഷയമില്ല. ഉണ്ടാക്കിയ ആളുകൾക്കും അപ്പാപ്പന്മാർക്കും അപ്പന്മാർക്കും അമ്മുമ്മമാർക്കും ഒന്നും ഒരു വിഷമമില്ല. അവരൊക്കെ വലിയ സാറ്റിസ്ഫൈഡ് ആണെന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള ഒരു പ്രൗഡ് മൊമെന്റിൽ തന്നെയാണ് അവർ. എന്നാൽ നാട്ടുകാരുള്ള ഹമക്കുകള് കമന്റ് ഇട്ട് ചേച്ചി ഇപ്പോഴും തെറി പറയുന്നത് ഓല് പുരോഗമനവാദികളാവാത്തതിന്റെ പ്രശ്നമാണോ? അതായത് സ്കൂൾ ടീച്ചർ അടക്കമുള്ള HM അടക്കമുള്ള ആളുകൾ, അപ്പാപ്പനടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ പുരോഗമനത്തിന്റെ പാതയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നാട്ടുകാരെന്ന് പറയുന്ന ഈ കള്ള ഹമക്കുകൾ ഇപ്പോഴും പുരോഗമനത്തിന്റെ പാതയിൽ, അല്ലെങ്കിൽ ഒരു മോഡലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവറ്റകൾക്കുണ്ടായിട്ടില്ലേ? ഹാപ്പി ആണ് കേട്ടാ. രണ്ടെണ്ണം എക്സ്ട്രാ പറഞ്ഞു. പണിയുണ്ടോ അവിടെ? പണിയുണ്ട്. വലിയൊരു സർജറി ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചാ? ഭക്ഷണം കഴിക്കണ്ടല്ലോ അപ്പ? കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവേ. അതുകൊണ്ട് ഈ കൊച്ചു പറയുന്നത് എന്നാന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുക്കും. അത് മെഡലാന്നേ മെഡല്, മാലാകയാന്നേ മാലാക. പിന്നെ ഇപ്പൊ ആ കൊച്ചിന് ചാടാൻ പേടിയാന്നല്ലേ നീ പറഞ്ഞത്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു വീഡിയോ. അതായത് നിമിഷേച്ചി ഇതൊക്കെ ചെയ്തത് ചാരിറ്റിക്ക് വേണ്ടിയായിരുന്നു. അതായത് താൻ നഗ്നത കാണിച്ചത്, താൻ തുണി വരച്ച് മറ്റുള്ള കള്ളഹിമാറുകളുടെ മുമ്പിൽ, പഹയന്മാരുടെ മുമ്പിൽ ആടിയത് സമൂഹത്തിലെ ഏറെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുന്നു. അതായത് നിമിഷേച്ചി വീടുകൾ തോറും കയറി ഇറങ്ങി പച്ചക്കറി കിറ്റ് അടക്കം, അതായത് ഗവൺമെന്റ് പോലും കൊടുക്കുന്നതിന് മുമ്പ്, ഹാപ്പി ഓണം എന്നാണ് പറഞ്ഞത്, ഓണത്തിനുള്ള കിറ്റ് 3 മാസം മുന്നേ വീടുകൾ എത്തിച്ചു നൽകുന്ന നിമിഷേച്ചി ഏറെ ഞെട്ടുളവാക്കുന്ന വീഡിയോ തന്നെയാണ്. അതായത് നിമിഷേച്ചിയുടെ ശരീരം മറ്റുള്ള കള്ളഹിമാറുകൾ, തന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ മാത്രം കാണേണ്ടിയിരുന്ന തന്റെ ശരീരം മറ്റുള്ള കള്ളഹിമാറുകൾ കണ്ടാലും എനക്കൊരു വിഷയമില്ല. ലോകര് മുഴുവനായ ഞരമ്പന്മാർ തന്റെ ശരീരം കണ്ടാലും തന്റെ ചാരിത്രം നശിച്ചാലും എനക്ക് വിഷയമില്ല. എനക്ക് പാവങ്ങളെ സഹായിക്കണം, പാവങ്ങളുടെ ഊരുകളിൽ അവർക്കൊരു നേരം അന്ന എത്തിക്കണമെന്നുള്ള നിമിഷ ചേച്ചിയുടെ ആ ഒരു വാശി എങ്ങനെയാണ് ഇത് കണ്ടിൽ നേടിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? അതായത് നിമിഷ എന്ന് പറയുന്ന ഈ ഒരു താരത്തിന്റെ, ഈ ഒരു സോഷ്യൽ മീഡിയ താരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം ഇതോടുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുകയാണ്. അതായത് നിമിഷേച്ചി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ തള്ളിപ്പറഞ്ഞ ആളുകൾ പോലും വരും ദിവസങ്ങളിൽ നെഞ്ചിലേറ്റുന്ന, ഒരുപക്ഷെ ഞരമ്പന്മാർ അല്ലാത്ത ആളുകൾ, ഫാമിലി ഓഡിയൻസ് നിമിഷേച്ചിയെ നെഞ്ചിലേറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം.
അതിനിടയിലും ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വസ്തുത, നിമിഷേച്ചിയെ പോലുള്ള മോഡലുകൾക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു അവസരം നിഷേധിക്കുന്നു. തങ്ങളുടെ മോഡലിങ്ങിന് ഇപ്പോഴും പരിഗണന ലഭിക്കുന്നില്ല. മഞ്ജുപിള്ള ചേച്ചിയുടെ അടക്കമുള്ള കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള പരിഗണനയും വലിയ സപ്പോർട്ടും ലഭിക്കുമ്പോൾ തങ്ങൾക്ക് എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല എന്നാണ് ചേച്ചി ചോദിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ ഒരു വിഷയത്തിൽ മഞ്ജു ചേച്ചിയുടെ മകൾക്ക് കൊടുത്ത സപ്പോർട്ട് നിമിഷേച്ചിക്ക് അല്ലെങ്കിൽ നിമിഷേച്ചിയെ പോലുള്ള പ്രമുഖ താരങ്ങൾക്ക്, റീൽസ് താരങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകുമോ? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നിങ്ങളുടെ കമന്റ് ആയി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.